അങ്ങനെ ഒരു 3.5 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ IRCC ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസിൻ്റെ ഒരു ഡ്രോ കണ്ടക്ട് ചെയ്യുകയുണ്ടായി. മെയ് 14, 2025 ആ ഡ്രോ കണ്ടക്ട് ചെയ്തത്. ആ ഡ്രോ വന്നതിൻ്റെ ഭാഗമായിട്ട് CEC കാറ്റഗറിയിലുണ്ടായിരുന്ന പലർക്കും അതൊരു ഷോക്കായിരുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ ആ CEC ഡ്രോ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് വെറും 500 പേർക്ക് മാത്രമാണ് IRCC ഒരു ഇൻവിറ്റേഷൻ കൊടുത്തത്. ഈ ഡ്രോയെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷം ജനുവരി 23 ഫെബ്രുവരി 5 CEC കാറ്റഗറിയിൽ ഡ്രോ നടക്കുകയുണ്ടായി. അന്ന് ഏകദേശം 4000 പേർക്കായിരുന്നു ഇൻവിറ്റേഷൻ കിട്ടിയത്. അതിനുശേഷം ഒരു CEC കാറ്റഗറിയിൽ ഒരു ഡ്രോ നടന്നിട്ടേ ഇല്ല. അപ്പോൾ പലരും വിചാരിച്ചു വരുന്നത് ഇലക്ഷൻ്റെ ഭാഗമായിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ LMI പോയിൻറ്റ്സ് എടുത്ത് മാറ്റിയതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ആയിരിക്കാം ഒരു CEC കാറ്റഗറി ഡ്രോ നടക്കാത്തതെന്ന്. അങ്ങനെ കുറേ നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 3.5 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ ഒരു CEC കാറ്റഗറിയിൽ ഡ്രോ നടന്നിരിക്കുന്നത്. പക്ഷേ ആ CEC കാറ്റഗറിയിൽ ഡ്രോ നടന്നപ്പോൾ എല്ലാവരും ഞെട്ടിച്ചൊരു കാര്യമെന്ന് പറയുന്നത് വെറും 500 പേർക്ക് മാത്രമേ ഇൻവിറ്റേഷൻ കൊടുത്തുള്ളൂ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ CEC കാറ്റഗറിയിൽ തന്നെ ഒരു PR-ന് വേണ്ടി ഇപ്പം കാത്തിരിക്കുന്നത്. അത് എത്ര എന്നുള്ളത് കണക്ക് IRCC ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കെല്ലാം അറിയാം, കോവിഡിന് ശേഷം ഏകദേശം ഒരു 20-25 ലക്ഷം ആൾക്കാരോളം ഇവിടെ കാനഡയിൽ പഠിക്കാൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. അവരെല്ലാം ഇപ്പം PGWP ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു CEC കാറ്റഗറിയുടെ ഡ്രോ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഡ്രോ നടന്നപ്പോൾ അത് സത്യം പറഞ്ഞാൽ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഉണ്ടായത്. 500 പേർക്ക് മാത്രമേ ഇൻവിറ്റേഷൻ കൊടുത്തുള്ളൂ എന്നതിലുപരി CRS സ്കോർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വട്ടം ഇത് 521, 527 ഒക്കെ ആയിരുന്നു. അതേസമയം ഇപ്പോൾ നടന്ന ഈ ഡ്രോയിലെ, അതായത് മെയ് 14, 2025 നടന്ന ഡ്രോയിലെ 547 എന്നൊരു ഹൈ സ്കോറാണ് അവർ പബ്ലിഷ് ചെയ്തത്. അത് പലരെയും സംബന്ധിച്ച് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്കോറിനേക്കാളും ഒക്കെ വളരെ മുകളിലാണ്. എന്നെ അറിയാവുന്ന പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇതുപോലെ വർക്ക് പെർമിറ്റൊക്കെ എക്സ്പയർ ആകാൻ പോവുകയാണ്, എന്ത് ചെയ്യണം, CEC ഡ്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ IRCC ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ആർക്കും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്നാൽ ഈ ഡ്രോ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്ന കുറച്ച് പോസിബിലിറ്റീസാണ് ഞാൻ ഓരോന്നായിട്ട് പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് കട്ട് ഓഫ് സ്കോറായ 547 എന്നുള്ളതാണ്. ഈ പലരും ഈ ഡ്രോ വരുന്നതിന് മുമ്പ് വിചാരിച്ചുകൊണ്ടിരുന്നത് LMI പോയിൻറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്തത് കാരണം 500 താഴെ ഇനിയൊരു ഡ്രോ വരും, 450 മുകളിലൊക്കെ ഡ്രോ നടക്കും എന്നാണ്. എന്നാൽ ഈ ഇത്രയും നാളത്തെ, പ്രത്യേകിച്ച് ഒരു 3.5 മാസത്തെ ഒരു CEC ഡ്രോയിലൊന്നും നടക്കാത്ത കാരണം ഈ പൂളിലേക്ക് ആൾക്കാർ വളരെയധികം കൂടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ 547 സ്കോറുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. 2 എന്ന് പറയുന്നത് ഇപ്പോൾ നടന്ന ഈ CRS സ്കോർ എന്ന് പറയുന്നത് ഗ്രാജ്വലി സമയമെടുത്താണെങ്കിലും അത് കുറഞ്ഞു തന്നെ ആയിരിക്കും പോവുക. അതായത് ഇപ്പോൾ അവർ മാക്സിമം ഏറ്റവും ഹൈ നമ്പറിലൊരു ഡ്രോയാണ് ഇപ്പോൾ അവർ പബ്ലിഷ് ചെയ്തത്. ഇനി നടക്കാൻ പോകുന്ന ഡ്രോയിലും ഇതിന് താഴെയുള്ള സ്കോറുകളായിരിക്കും ഗ്രാജ്വലി അവർ വിളിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളത് എന്ന് വെച്ചാൽ ഈ ഒരു ഫ്രീക്വൻസിയിലാണ് പോകുന്നതെങ്കിൽ വളരെയധികം സമയമെടുക്കും ഇനി ഒരു CEC കാറ്റഗറി ഡ്രോ നടക്കാൻ. കാരണം ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ ഒരു എന്തെങ്കിലും കാറ്റഗറി ബേസ്ഡ് ഡ്രോയും അല്ലെങ്കിൽ ഫ്രാങ്കോഫോണിക്സിനും ഒക്കെയാണ് വിളിക്കുന്നത്. അങ്ങനത്തെ അവർ വിളിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇനിയും വിളിക്കുന്നതെങ്കിൽ ഏകദേശം ഒരു 2-3 മാസത്തിന് ശേഷമേ വീണ്ടും ഒരു CEC കാറ്റഗറിയിൽ ഡ്രോ നടക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള ആൾക്കാരുടെ എണ്ണം വീണ്ടും കൂടുകയും ഈ പ്രോസസ്സ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യും. 3 എന്ന് പറയുന്നത് IRCC കണ്ടക്ട് ചെയ്യുന്ന ഈ ഡ്രോ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതായത് മെയ് 1, 2 ഒരു എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറിൻ്റെ ഡ്രോ നടക്കുകയും മെയ് 12, മെയ് 13 ഒരു PNBയും CECയുടെ ഡ്രോ നടക്കുകയുണ്ടായി. ഇത് ഒരു പണ്ട് അവർ ഫോളോ ചെയ്തിരുന്ന ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ അവർ ഫോളോ ചെയ്യുന്നത് എന്ന് തോന്നുന്നു. കാരണം ഞാനൊക്കെ വരുന്ന സമയത്ത് ഒരു 2 ആഴ്ച കൂടുമ്പോഴായിരുന്നു ഒരു സ്ഥിരമായിട്ട് ഒരു എക്സ്പ്രസ് എൻട്രിയുടെ ഡ്രോ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു പാറ്റേൺ ഇവർ വീണ്ടും ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ നമുക്ക് തോന്നുന്നത്. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. 4 എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ ഒബ്സർവേഷൻ പ്രകാരമാണെങ്കിൽ ലാസ്റ്റ് ഡ്രോ നടന്നത്, അതായത് മെയ് 2 നടന്ന ഡ്രോയ്ക്ക് ശേഷം മെയ് 13 നടന്ന ഒരു ഡ്രോയ്ക്കുള്ളിലായിട്ട് ഏകദേശം 2000 പേരോളമാണ് ഈ 500-നും 600-നും ഇടയിലുള്ള സ്കോറിൽ ആഡായേക്കുന്നത്. ഇതിൽ നിന്ന് വെറും 500 പേർക്ക് മാത്രമാണ് ഇപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടുകയും ആ പൂളിൽ നിന്ന് എക്സിറ്റ് ആയത് എന്ന് പറയുമ്പോൾ ബാക്കി 1500 പേര് എക്സസ് ആയിട്ട് ഈ പൂളിലേക്ക് ഇപ്പം ആഡായിട്ടുണ്ട്. നേരത്തെയൊക്കെ ഒരു ദിവസം തന്നെ പൂളിലേക്ക് ആഡാവുന്നവരുടെ എണ്ണം 500 പേരൊക്കെ ആയിരുന്നു. ഈ LMI പോയിൻറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് 200 പേര് എന്നൊരു കണക്കിലേക്ക് കുറയുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം ഈ പൂളിലേക്ക് ആഡാവുന്നവരുടെ എണ്ണം 150 പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്.
അതൊരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ പൂളിലുള്ളവർക്കെല്ലാം കുറച്ചെങ്കിലും അധികം ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. കാനഡയുടെ പുതിയൊരു ഇമിഗ്രേഷൻ മിനിസ്റ്റർ ഇപ്പം ചാർജ് എടുക്കുകയുണ്ടായി. ഇനി ആ ഇമിഗ്രേഷൻ മിനിസ്റ്ററിൻ്റെ പുതിയ പോളിസീസും പുതിയ രീതികളും എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മളെല്ലാം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനത്തെ ഇൻഫർമേഷൻ എല്ലാം കിട്ടുന്ന മുറയ്ക്ക് ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.